പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ച നടപടികൾ അന്തർ മന്ത്രാലയ സമിതി യോഗം വിലയിരുത്തി. ഊർജ്ജ വിതരണത്തിലെ പ്രതിസന്ധി, അവശ്യ വസ്തുക്കളുടെ ലഭ്യത എന്നിവ അവലോകനം ചെയ്തു. കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. അതേസമയം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. PR അരവിന്ദുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയായി? വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ അന്തർ മന്ത്രാലയ സമിതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. പ്രധാനമായും ആദ്യ യോഗം ഇന്ന് സമിതി ചേരുകയും ചെയ്തു. കൃത്യമായി ഇതുവരെ ഈ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ യോഗം വിലയിരുത്തി. എങ്ങനെ ഈ തീരുമാനങ്ങൾ ഫലപ്രദമായി നടക്കമുള്ള കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഈ തീരുമാനത്തിൽ വരുത്തണമെന്ന കാര്യം യോഗം കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഊർജ്ജ വിതരണത്തിലെ പ്രതിസന്ധി, അവശ്യ വസ്തുക്കളുടെ ലഭ്യത, ഇന്ത്യയുടെ വിതരണ ശൃംഖലകളുടെ കരുത്ത് എന്നിവയും അവലോകനം ചെയ്തു. വരും ദിവസങ്ങളിൽ മാറ്റം വരുത്തി കൂടുതൽ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഈ യോഗത്തിലൂടെ സാധിക്കുമെന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതേസമയം സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും നിരീക്ഷിച്ചു വരികയാണെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ രാജ്യത്തെ ജനങ്ങളെ ഏത് സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നതും ഇപ്പോൾ രാജ്നാഥ് സിംഗ് അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും വിവിധ തലങ്ങളിലുള്ള ചർച്ച കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് സൗദി കിരീടാവകാശിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിരുന്നു. കൃത്യമായ ആശയവിനിമയം നടന്നത്. പശ്ചിമേഷ്യൻ സംഘർഷവും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള നാവിക സ്വാതന്ത്ര്യം അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി മറികടക്കാനുള്ള മെച്ചപ്പെട്ട കൂടുതൽ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ശരി, PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.